വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ജൂൺ മാസം ഇന്ത്യ വിട്ടിട്ടുള്ള ടോപ്പ് 10 സെല്ലിംഗ് കാറുകൾ ഏതൊക്കെയെന്നുള്ള വീഡിയോ ആണ്. അത് കണ്ടിട്ടില്ല, ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കും, ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ടോപ്പ് 10 സെല്ലിംഗ് കാറുകൾ പറഞ്ഞ സ്ഥിതിക്ക് ടോപ്പ് 10 സെല്ലിംഗ് ബ്രാൻഡുകൾ പറയണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടോപ്പ് 10 സെല്ലിംഗ് ബ്രാൻഡുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദിച്ചിരുന്നത്. അതായത് നമ്മുടെ മറ്റൊരു വീഡിയോയ്ക്കകത്തായിരുന്നു ചോദിച്ചത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഓൾറെഡി നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു, പക്ഷേ നമ്മൾ ഇതൊരു അപ്ലോഡൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം പിന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഉടനെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗിവ് അവേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ല, ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ട് ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണെന്നുള്ളതൊന്ന് ഇന്നത്തെ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ടോപ്പ് 10 നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി നേരെ ആ ടോപ്പ് 10 സെല്ലിംഗ് ബ്രാൻഡുകൾ ഏതൊക്കെ നോക്കാം. ഇതിന് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ആ ടോപ്പ് 10 സെല്ലിംഗ് ബ്രാൻഡ് ഏതൊക്കെയെന്ന് നോക്കിയിട്ട് വരാം. ടോപ്പ് 10 സെല്ലിംഗ് ബ്രാൻഡ്സിൽ 10ാം സ്ഥാനത്തുള്ളത് വോക്സ് വാഗനാണ്. 3260 യൂണിറ്റ് വാഹനങ്ങളാണ് ജൂൺ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 9ാം സ്ഥാനത്ത് റെനോൾട്ടാണ്. 3553 യൂണിറ്റ് വാഹനങ്ങളാണ് റെനോൾട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ജൂൺ മാസം വിറ്റിട്ടുള്ളത്. 8ാം സ്ഥാനത്ത് MG ആണ്. മോറിസ് ഗ്യാരേജ് 4644 യൂണിറ്റ് വാഹനങ്ങളാണ് ജൂൺ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 7ാം സ്ഥാനത്ത് ഹോണ്ടയാണ്. 4804 യൂണിറ്റ് വാഹനങ്ങളാണ് ഹോണ്ട ഇന്ത്യൻ മാർക്കറ്റിൽ ജൂൺ മാസം വിറ്റിട്ടുള്ളത്. 6ാം സ്ഥാനത്ത് കിയ ആണ്. 21300 യൂണിറ്റ് വാഹനങ്ങളാണ് കിയ ജൂൺ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 5ാം സ്ഥാനത്ത് ടൊയോട്ടയാണ്. 25752 യൂണിറ്റ് വാഹനങ്ങളാണ് ടൊയോട്ട ജൂൺ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 4ാം സ്ഥാനത്ത് മഹീന്ദ്രയാണ്. 40022 യൂണിറ്റ് വാഹനങ്ങളാണ് മഹീന്ദ്ര ജൂൺ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 3ാം സ്ഥാനത്ത് ടാറ്റയാണ്. 43527 യൂണിറ്റ് വാഹനങ്ങളാണ് ടാറ്റ ജൂൺ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് ഹ്യുണ്ടായി ആണ്. 50103 യൂണിറ്റ് വാഹനങ്ങളാണ് ഹ്യുണ്ടായി ജൂൺ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് മാരുതി സുസുക്കിയാണ്. 1,37,160 യൂണിറ്റ് വാഹനങ്ങളാണ് മാരുതി സുസുക്കി ഇന്ത്യൻ മാർക്കറ്റിൽ ജൂൺ മാസം വിറ്റിട്ടുള്ളത്. ടോപ്പ് 10 സെല്ലിംഗ് ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണ്, അവരുടെ ഫേവറേറ്റ് വാഹനം ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ 10 എണ്ണത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബ്രാൻഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഏത് ബ്രാൻഡ് എന്നുള്ളതും അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് കാർ ഏതാണെന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കുക, നമ്മുടെ ചാനലിന് കുറച്ച് റീച്ച് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ വീഡിയോ അത് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം കുറച്ച് ആളുകൾ അത് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം അപ്ലോഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.